രവി തുണിക്കടയിലെത്തി. വണ്ടി പാർക്ക് ചെയ്തതിനു ശേഷം കടയ്ക്ക് ഉള്ളിലേക്ക് കയറിപ്പോയി. രമ്യയെ തിരക്കിയപ്പോൾ രമ്യ മുകളിലത്തെ സെക്ഷനിലാണെന്ന് അറിഞ്ഞു. അങ്ങനെ അവൻ മുകളിലത്തെ നിലയിലേക്ക് കയറിപ്പോയി. അവിടെ നോക്കിയപ്പോൾ രമ്യയെ കണ്ടില്ല. അടുത്തൊരു സ്റ്റാഫിനോട് ചോദിച്ചു, രമ്യ എന്ന കുട്ടി വന്നിട്ടുണ്ടോ? ആ ഉണ്ടല്ലോ സാർ. ഒന്ന് വിളിക്കാമോ? ആ വിളിക്കാം. അങ്ങനെ ആ സ്റ്റാഫ് പോയി രമ്യയെ വിളിച്ചുകൊണ്ട് വന്നു. രമ്യയ്ക്ക് മനസ്സിലൊരാശയക്കുഴപ്പം. ഇതാരാണ് ഇടയ്ക്കിടയ്ക്ക് തന്നെ ഇപ്പോൾ കാണാൻ വരുന്നത്? ഇതൊരു ശല്യമായല്ലോ. ഒരു തരത്തിലും ജീവിക്കാൻ അനുവദിക്കാത്ത കുറേ ആൾക്കാർ. അങ്ങനെ അവൾ മുന്നിലേക്ക് വന്നതും രവിയെ കണ്ട് അവൾ ആശ്ചര്യത്തോടെ നോക്കി. എന്തു പറ്റി പെട്ടെന്ന് വീണ്ടും കാണാൻ വന്നത്? ഒന്നുമില്ല, ഒന്ന് കാണണമെന്ന് തോന്നി. നിനക്ക് വൈകിട്ടൊന്ന് ഇറങ്ങാൻ പറ്റുമോ? ഇപ്പോൾ വൈകുന്നേരമായല്ലോ. വൈകുന്നേരമൊന്നും ഞാൻ ഉദ്ദേശിച്ചത് കുറച്ച് നേരത്തെ ഇറങ്ങാമോ? എന്ന് നിൻ്റെ ഡ്യൂട്ടി 7 മണി വരെ അല്ലേ? കുറച്ച് നേരത്തെ എന്തെങ്കിലും പറഞ്ഞൊന്ന് ഇറങ്ങാമോ? എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. നോക്കട്ടെ. ഒരു കാര്യം ഞാൻ മറന്നു. ഒരു കാര്യം കൂടി ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. എന്താണ്? നിൻ്റെ ഫോൺ നമ്പർ ഒന്ന് തരാമോ? എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ നിന്നെ വിളിക്കാമല്ലോ. നിന്നെ കോണ്ടാക്ട് ചെയ്യാൻ യാതൊരു മാർഗവുമില്ല. അതിനും കൂടിയാണ് ഞാനിന്ന് വന്നത്. അവൾ ആദ്യം ഒന്ന് മടിച്ചു. ഫോൺ നമ്പർ കൊടുക്കണോ വേണ്ടയോ എന്ന്. കൊടുത്തേക്കാം. എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ആരെങ്കിലും വേണ്ടേ? അങ്ങനെ അവൾ അവളുടെ ഫോൺ നമ്പർ രവിക്ക് പറഞ്ഞു കൊടുത്തു. പഴയ നമ്പരൊക്കെ മാറിപ്പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുതിയ നമ്പർ കിട്ടിയ സന്തോഷത്തിൽ അവൻ പറഞ്ഞു, ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. നീ ഇറങ്ങുമ്പോൾ വെളിയിലേക്ക് വന്നാൽ മതി. അങ്ങനെ രവി രമ്യയുടെ ഫോൺ നമ്പരുമായി പുറത്തേക്ക് പോയി. പുറത്ത് കുറച്ചു നേരം കറങ്ങി നടന്നതിന് ശേഷം കുറച്ച് സാധനങ്ങളൊക്കെ അവൻ വാങ്ങിച്ചു. കുട്ടിക്ക് വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. കുറച്ച് കളിപ്പാട്ടം, കുറച്ച് ചോക്ലേറ്റ്, പിന്നെ അവൾക്കും കുറച്ച് സാധനങ്ങൾ വാങ്ങി. 1-2 ജോഡി ഡ്രസ്സും ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. അങ്ങനെ അതൊക്കെ കാരണത്താക്കി അവൻ വെയിറ്റ് ചെയ്തു. കുറച്ച് സമയമെടുക്കും രമ്യ വരാൻ. അവൾ നേരത്തെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവനിങ്ങനെ കാത്തിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ വരുന്നത് കണ്ടു. നേരത്തെ ചോദിച്ചെന്ന് തോന്നുന്നു. നേരത്തെ വരുമെന്ന് അവൻ ഒട്ടും കരുതിയില്ല. കാര്യം അവൾ വരുമോ എന്ന് തന്നെ സംശയമായിരുന്നു. സ്വഭാവത്തിൽ ഇപ്പോൾ നല്ല മാറ്റമുണ്ട്. അങ്ങനെ അവൾ നടന്നു വരുന്നത് കണ്ട് അവൻ കാറ് കുറച്ചും കൂടി മുന്നോട്ടിട്ട് ആൾക്കാരാരെങ്കിലും ശ്രദ്ധിക്കുമോ എന്ന് വാച്ച് ചെയ്തു. ഭാഗ്യം, ഇവിടെയെങ്ങും ആരുമില്ല. ആരും ശ്രദ്ധിക്കുന്നതുമില്ല. രമ്യ കാറിൻ്റെ അടുത്തേക്ക് വന്നതും അവൻ ഫ്രണ്ട് ഡോർ തുറന്നു കൊടുത്തു. അങ്ങനെ ഫ്രണ്ട് സീറ്റിൽ അവൾ കയറിയിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോയി. കാറിലിരുന്നപ്പോൾ മുഴുവൻ ചിന്ത ഒരിക്കൽ താനും രമ്യയും ഭാര്യയും ഭർത്താവുമായിരുന്നു. ഒരിക്കലും ആരെയും പേടിക്കാതെ ഈ ലോകം മൊത്തം കറങ്ങി നടന്നിരുന്ന ആൾക്കാർ ഇപ്പോൾ ഒന്ന് കാറിൽ കയറണമെങ്കിൽ പോലും മറ്റുള്ളവരെ പേടിക്കണം, മറ്റുള്ളവരെ നോക്കണം. എല്ലാം സ്വയം വരുത്തിവെച്ച വിന തന്നെ രമ്യ. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ പലതും മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഒരു റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിൽ കാർ വന്ന് നിന്നു. അങ്ങനെ രണ്ടുപേരും റെസ്റ്റോറൻറ്റിലേക്ക് കയറിപ്പോയി. തിരക്ക് കുറഞ്ഞ ഒരു ഭാഗത്തേക്ക് രവി നടന്നു പോയി. അതിനുശേഷം ചെയർ പിടിച്ചിട്ടിരുന്നു. രമ്യയെ അടുത്തേക്ക് വിളിച്ചു. രമ്യയും ഇരുന്നു. ആഹാരങ്ങൾ ഓർഡർ ചെയ്തു. രമ്യ താമസിച്ചാൽ ഹോസ്റ്റലിൽ തിരക്കുമോ? അതൊന്നും കുഴപ്പമില്ല, അവൾ പറഞ്ഞു. എന്നെ അവിടെ എല്ലാവർക്കും അറിയാം. കടയിലൊക്കെ ഞാൻ ഇടയ്ക്ക് പോകാറുണ്ട്. അതുകൊണ്ട് താമസിച്ചാൽ പ്രത്യേകിച്ച് ആരും ഒന്നും കരുതില്ല. രവി ഇപ്പോൾ നേരത്തെ ഇറങ്ങിയോ? അവൾ ചോദിച്ചു. പെട്ടെന്ന് അവളുടെ രവി എന്നുള്ള വിളി അവന് ഞെട്ടലുണ്ടാക്കി. ചേട്ടാ എന്ന് വിളിച്ചിരുന്ന പെണ്ണാണ് ഇപ്പോൾ വിളിക്കുന്ന കേട്ടില്ലേ രവിയെന്ന്. ഒരുപക്ഷെ മനോജിനെ മനോജ് എന്ന് വിളിച്ച് ശീലിച്ചത് കൊണ്ടായിരിക്കും എന്നെയും രവിയെന്ന് വിളിച്ചത്. അങ്ങനെ അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിരുന്നു. അവൾ അവനെയും അവൻ അവളെയും. ഒരുപാട് മാറ്റങ്ങൾ കാലചക്രം തങ്ങൾക്ക് രണ്ടുപേർക്കും തന്നിരിക്കുന്നു. രവി കുറച്ചും കൂടി പക്വത തോന്നിക്കുന്നുവെങ്കിലും ആള് കുറച്ചുകൂടി സുന്ദരനായിരിക്കുന്നു. രമ്യയിൽ അവൻ കണ്ട മാറ്റം, പഴയ സൗന്ദര്യമൊക്കെ പോയി നല്ല പക്വത വന്ന ഒരു സ്ത്രീയായി മാറിയിരിക്കുന്നു. കാലചക്രങ്ങൾ രണ്ടുപേർക്കും നല്ല രീതിയിൽ മാറ്റങ്ങൾ വരുത്തി. സ്വഭാവത്തിലാണെങ്കിലും രൂപത്തിലാണെങ്കിലും ഭാവത്തിലാണെങ്കിലും. അവൾ ചോദിച്ചു, സൗമ്യ തിരക്കില്ലേ? അവളോട് ഞാൻ പറഞ്ഞിരുന്നു. അവൾ അങ്ങനെ തിരക്കത്തൊന്നുമില്ല. ലേറ്റായി കഴിഞ്ഞാൽ കുറേ സമയം വിളിക്കും. വിളിച്ചിട്ട് ഫോണെടുത്തില്ലേ പിന്നെ പുള്ളിക്കാരിക്ക് ടെൻഷനാണ്. വാതുക്കെ തന്നെ ഒരു നിൽപ്പ് നിൽക്കും, പാവം. ഇപ്പോൾ അതുകൊണ്ട് താമസിക്കുമ്പോൾ ഞാൻ അവളെ വിളിച്ച് പറയാറുണ്ട്, എന്തിനാ അവളെ ടെൻഷൻ അടുപ്പിക്കുന്നതെന്ന് കരുതി. ഇനി ഇപ്പോഴെങ്കിലും വിളിക്കത്തില്ല, സന്ധ്യ കഴിഞ്ഞിട്ടേ വിളിക്കത്തുള്ളൂ. കാരണം ഞാൻ കമ്പനിയിൽ നിന്ന് ഇറങ്ങി പിന്നെ കുറച്ച് നേരം ഫ്രണ്ട്സുമായിട്ടൊക്കെ കറക്കമൊക്കെ ഉണ്ട്. അതൊക്കെ അവൾക്ക് അറിയാം. പിന്നെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചൊരു സമയമാവും ചെല്ലാൻ. ആ സമയം കഴിഞ്ഞാലേ ഉള്ളൂ അവൾ വിളിക്കുന്നത്. അവൾക്ക് ആശ്വാസം തോന്നി. പാവം പെണ്ണ്. അവളെ ചതിക്കാനൊന്നും താനില്ല. ചതിക്കാൻ രവിയും തയ്യാറല്ല. പക്ഷേ ഒരു സഹായം അത്രമാത്രമേ രവിയും ആഗ്രഹിക്കുന്നുള്ളൂ.
ഇടയ്ക്ക് എന്താ ഇപ്പോൾ എന്നെ കാണണമെന്നൊരു തോന്നൽ? അവൾ ചോദിച്ചു. എന്തായെന്നറിയില്ല, നിന്നെ കണ്ടതിന് ശേഷം തൊട്ട് ഇടയ്ക്കിടയ്ക്ക് നിന്റെ ഓർമ്മകൾ ഇങ്ങനെ വരുന്നുണ്ട്. കാണാൻ എന്തോ ഒരു മോഹവും പോലെ. ഞാനൊരു കാര്യം ചോദിച്ചാൽ രവി അത് നടത്തി തരുമോ? എന്താ എന്ന ഭാവത്തിൽ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. ഒരു ദിവസം മാത്രം കുഞ്ഞിനെ ഒന്ന് കൊണ്ടുവരുമോ തുണിക്കടയിൽ? ഞാൻ അവനെ മാത്രം എങ്ങനെ കൊണ്ടുവരുന്നേ? അവനെ മാത്രമായിട്ട് അങ്ങനെ വിട്ട് കഴിഞ്ഞാൽ സൗമ്യയ്ക്ക് പ്രശ്നമാവും. പിന്നെ സച്ചു മോളും അവിടെയുണ്ട്. സച്ചു മോളോ? അതാരാ? അത് സൗമ്യയുടെ മോളാണ്. അവളും അവിടെയുണ്ട്. അപ്പോൾ പിന്നെ അവനെ മാത്രം എങ്ങനെ കൊണ്ടുവരും? അവരെ രണ്ടുപേരെയും കൊണ്ടുപോവാ, സച്ചുവിനെയും കൊണ്ടുപോവാ, മോനെയും കൊണ്ടുപോവാ. അത് രണ്ടുപേരെയും കൊണ്ടുവരുമ്പോൾ സൗമ്യയ്ക്ക് പ്രശ്നമാവും. അവളെ മാത്രം കൊണ്ടുവരാതെ രണ്ടുപേരും ഞാൻ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞ്. അവളാണെങ്കിൽ കുട്ടികളെക്കാട്ടിയും കഷ്ടമാണ്. ഓ, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, അവളെയും കൂടെ കൊണ്ടുപോകും. അവളും പിള്ളേരും നിങ്ങളുമായിട്ട് വാ ഒരു ദിവസം. വേറൊന്നിനും അല്ല, എനിക്ക് അവനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. നിനക്ക് അവനെ കണ്ടാൽ മാത്രം മതിയോ? അമ്മയെ കാണണ്ടേ? അച്ഛനെ കാണണ്ടേ? അവരെയൊക്കെ പിന്നീട് ഞാൻ കണ്ടോളാം. എനിക്കിപ്പോൾ മോനെയാണ് കാണേണ്ടത്. എനിക്ക് വാക്ക് തരണം. അവൾ അവൻ്റെ കൈ പിടിച്ച് അവളുടെ കൈകളിൽ വെച്ചു. സത്യം ചെയ്യ്, അവനെ കൊണ്ടുവരുമെന്ന്. ആ, ഞാൻ കൊണ്ടുവരാം. എന്ന് കൊണ്ടുവരും? ഉടനെ പറ്റില്ല, അടുത്ത ആഴ്ചയാവട്ടെ, അവൻ പറഞ്ഞു. അടുത്ത ആഴ്ച കൊണ്ടുവരണം. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു പോയി. ഇതിനു മുൻപേ പലതവണ ഞാൻ പറയാൻ ആഗ്രഹിച്ചതാണ്. രവിക്ക് എന്തെങ്കിലും തോന്നുമെന്ന് കരുതിയിട്ടാണ് ഞാനൊന്നും മിണ്ടാഞ്ഞ്. എനിക്കെന്ത് തോന്നാൻ? നീ കാണുന്നതിനെന്താ? നീ അവൻ്റെ അമ്മയല്ലേ, നിനക്കതിനുള്ള അവകാശമുണ്ടല്ലോ. നീയല്ലേ കാണാൻ വരാത്തത് ഇത്രയും കാലം? എനിക്കൊരു പ്രശ്നവുമില്ല കൊണ്ട് കാണിക്കുന്നതിന്, അവൻ പറഞ്ഞു. അങ്ങനെ അവൾക്ക് മനസ്സിൽ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. അതിനുശേഷം അവർ ഓരോ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. മനോജിന് എന്താണ് പറ്റിയത്? ഇപ്പോൾ അവളുടെ മൂടൊക്കെ ഒരുപാട് മാറി. അതുകൊണ്ട് അവൻ ധൈര്യപൂർവ്വം ചോദിച്ചു. ഒരു ആക്സിഡൻറ്റ് പറ്റിയതാണ്. അവൻ എങ്ങനെയാണ്? നിന്നോട് സ്നേഹമൊക്കെ ആയിരുന്നോ? സ്നേഹമൊക്കെ ഉണ്ട്, നല്ല സ്നേഹമൊക്കെ തന്നെ. പക്ഷേ ജോലിക്ക് പോകാനൊക്കെ മടിയായിരുന്നു. അതിൻ്റെ പേരിൽ ഞങ്ങൾ തമ്മിൽ കുറച്ചൊക്കെ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. കുറച്ച് നാൾ പിണങ്ങിയൊക്കെ നിന്നിട്ടുമുണ്ട്. പിന്നെ ഈ അടുത്ത സമയത്തായിട്ട് ഞാൻ ഡിവോഴ്സ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് പുള്ളിക്കാരൻ ജോലിക്കൊക്കെ പോയി തുടങ്ങിയത്. ജോലിക്കൊക്കെ പോയി നല്ല രീതിയിൽ സെറ്റപ്പ് ആയപ്പോഴേക്കും ആക്സിഡൻറ്റിൻ്റെ രൂപത്തിൽ വിധി ഞങ്ങളെ അകറ്റി കളഞ്ഞു. അവൾ പറഞ്ഞു. നീ തുണിക്കടയിൽ ജോലിക്ക് പോകാനുണ്ടായ കാര്യം എന്താ? നിനക്ക് ഇത്രയും വിദ്യാഭ്യാസമില്ലേ? നിനക്ക് വേറെ ഏതെങ്കിലും ജോലി നോക്കിക്കൂടായിരുന്നോ? നിനക്ക് ടെസ്റ്റൊക്കെ എഴുതിയാൽ നല്ല ജോലി കിട്ടില്ലേ? ഈ ജോലിക്ക് എന്താ കുറവ്? എല്ലാ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള അന്തസ്സുണ്ട്. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട് ഈ ജോലി. നല്ല ജോലി തന്നെയാണ്. നമ്മൾ നല്ല രീതിയിൽ ജോലി ചെയ്യുന്നതിന് ആർക്കും ഒരു പ്രശ്നം വരേണ്ട കാര്യമില്ല. കൂടിയ ജോലി കുറഞ്ഞ ജോലിയൊന്നുമില്ല, എല്ലാം നല്ല ജോലി തന്നെയാണ്. അവൾ തിരുത്താൻ ശ്രമിച്ചു. അതല്ല ഞാൻ പറഞ്ഞത്, നീ തൊഴിലധിഷ്ഠിത കോഴ്സുകളൊക്കെ അല്ലേ പഠിച്ചത്, അപ്പോൾ ആ രീതിയിൽ ജോലി നോക്കിക്കൂടെ എന്നാണ് ഞാൻ പറഞ്ഞത്. ഓ, ആ ജോലി നോക്കിയാൽ ഇത്രയും സാലറി ഒന്നും കിട്ടില്ല. ഇത് കമ്പനി നല്ല രീതിയിൽ എല്ലാ അർത്ഥത്തിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല എല്ലാ രീതിയിലും എനിക്ക് അവർ തന്നെയാണ് സഹായം. പ്രസവ സമയത്താണെങ്കിലും കമ്പനിക്കാരെ ഏർപ്പാടാക്കിയ ആൾ. പിന്നെ മനോജിന് ആക്സിഡൻറ്റ് സംഭവിച്ച സമയത്ത് എൻ്റെ സ്റ്റാഫുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പൈസ ആയിട്ടായാലും മനോജിൻ്റെ കാര്യങ്ങളും ചടങ്ങുകളും ഒക്കെ നടത്താനാണെങ്കിലും എല്ലാ കാര്യത്തിലും അവർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് ആ സ്ഥാപനവും അവിടുത്തെ ആൾക്കാരും ഒന്നും ഒരിക്കലും കൈവിടാനോ അല്ലെങ്കിൽ ആ കട ഉപേക്ഷിച്ച് വേറൊരു സ്ഥാപനത്തിലോട്ട് പോകാനോ പറ്റില്ല. ഞാനൊരു കാര്യം പറയട്ടെ നിന്നോട്, രവി പറഞ്ഞു. എന്താ? നീ PSC പഠിക്കാൻ പോകുന്നുള്ളൂ. ഞാൻ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഏർപ്പാടും ചെയ്യാം, പഠിക്കാനുള്ള എല്ലാ ഫെസിലിറ്റിയും ചെയ്തു തരാം. എനിക്ക് ജോലി ഉപേക്ഷിച്ച് ഒരു കോഴ്സും പഠിക്കാൻ താല്പര്യമില്ല, അവൾ തീർത്ത് പറഞ്ഞു. നീ ജോലി ഉപേക്ഷിക്കേണ്ട. നീ ഒഴിവുള്ള സമയത്ത് ഞാൻ പഠിക്കാനുള്ള എല്ലാ ഫെസിലിറ്റിയും ചെയ്തു തരാം. നീ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കുറച്ച് സമയം കണ്ടെത്തി പഠിക്കേ, അവൻ പറഞ്ഞു. ആ, ഞാൻ നോക്കാം. ഞാനൊരു കാര്യം പറയട്ടെ, അവൾ ചോദിച്ചു. എന്താ? ഞാൻ ഇത്രയൊക്കെ ദ്രോഹങ്ങൾ നിങ്ങളോട് ചെയ്തു. നിങ്ങൾ എന്നെ നല്ല രീതിയിൽ സ്നേഹിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഞാൻ വേറൊരാളെ സ്നേഹിച്ചു. മാത്രമല്ല നിങ്ങൾക്കൊരു വയ്യായിക വന്നപ്പോൾ പോലും ഞാൻ തിരിഞ്ഞു നോക്കിയില്ല. ആ സമയത്ത് പോലും ഞാൻ നിങ്ങളോട് കടുത്ത വെറുപ്പും അവഗണനയും കാണിച്ചു. അതിനുശേഷം ഞാൻ നിങ്ങളെ ഉപേക്ഷിച്ച് ഞാൻ പണ്ട് സ്നേഹിച്ചിരുന്ന ആളോടൊപ്പം പോയി. ഇത്രയൊക്കെ ഞാൻ ചെയ്തിട്ടും നിങ്ങൾക്ക് എന്നോട് ഒരു തരത്തിലുള്ള വെറുപ്പും തോന്നാത്തതിൻ്റെ കാരണം എന്താ? കാരണം ഞാൻ നിന്നെ അത്രയേറെ സ്നേഹിച്ചിരുന്നു, അത്രയേറെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്നെ കണ്ട നിമിഷം മുതൽ വീണ്ടും നീയാണ് എൻ്റെ മനസ്സിൽ. ഇപ്പോൾ 24 മണിക്കൂറും നിന്നെക്കുറിച്ചാണ് ചിന്ത. നിന്നെ സഹായിക്കണം, നിന്നെ രക്ഷിക്കണം, അതൊക്കെയാണ് ഇപ്പോഴത്തെ എൻ്റെ ചിന്ത. അതുകൊണ്ടാണ് ഞാൻ നിനക്ക് സഹായവുമായി വന്നത്. വീട്ടിൽ ആരെങ്കിലും അറിഞ്ഞാൽ എനിക്ക് പിന്നെ മൊത്തത്തിൽ പ്രശ്നമാകും. ഇപ്പോൾ ഉള്ള എൻ്റെ ലൈഫ് പോലും നഷ്ടപ്പെടും. എൻ്റെ ജീവിതം പോലും മറന്നിട്ടാണ് ഞാനിപ്പോൾ നിന്നെ സഹായിക്കാനായി വന്നിരിക്കുന്നത്, അവൻ പറഞ്ഞു. അവൾ കുനിഞ്ഞൊരു ഇരിപ്പിരിക്കുന്ന കണ്ടപ്പോൾ അവൻ ചോദിച്ചു. എന്തു പറ്റി? അവൻ അവളുടെ മുഖം പിടിച്ചുയർത്തിയപ്പോൾ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു. നീ എന്തിനാണ് കരയുന്നത്? ഒന്നുമില്ല, നീ കരയാതിരിക്കുക, ആൾക്കാർ ശ്രദ്ധിക്കുന്നു. എന്താണിപ്പോൾ കരഞ്ഞതിൻ്റെ കാരണം? അവൻ ചോദിച്ചു. അവൾ കാരണം പറയാതെ ആ ഇരിപ്പ് തുടർന്നു. അപ്പോൾ
നിങ്ങൾക്ക് ഇതുവരെ ഈ സ്റ്റോറി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിൻ്റെ അടുത്ത ഭാഗവുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.